പാക് അഫ്ഗാൻ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി തന്നെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ. ഇതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥതയിലൂടെ തന്നെ ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇത് എത്ര കണ്ട് വിജയത്തിലേക്ക് എത്തുമെന്നതിലാണ് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സഹകരിക്കുന്നില്ല എന്ന ഒരു മറുപടിയാണ് വരുന്നതെങ്കിൽ അത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കും. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണിപ്പോൾ എടുത്തു പറയേണ്ടതും. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥതാ വാഗ്ദാനമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഉടനെ തന്നെ അറിയിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയാണ്. റമദാൻ മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് എന്നും മേഖലയിലെ സഹകരണം ഉറപ്പാക്കാൻ ഇറാൻ എല്ലാ സഹായവും നൽകുമെന്നും ഇവിടെ ഒരു കുറിപ്പിലൂടെ തന്നെ എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ഗസബ് ഇൽ ഹഖ് ആകട്ടെ, അത് ആ ഒരു വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ മധ്യസ്ഥ നീക്കവുമായി രംഗത്തെത്തിയത്. കാബൂളിലും കാണ്ഡഹാറിലും ഉണ്ടായ ആക്രമണത്തിൽ 130-ലേറെ താലിബാനികൾ കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന് തിരിച്ചടിയായി തന്നെ താലിബാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 55 പാക് സൈനികർ കൊല്ലപ്പെട്ടതായും ഒരു F-16 വിമാനം വെടിവെച്ചിട്ടതായും തന്നെ താലിബാൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാനാണ് അയൽ രാജ്യമായ ഇറാന്റെ നീക്കം നടക്കുന്നത്. ഇറാന് പുറമെ തന്നെ റഷ്യയും സമാധാന ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇരുപക്ഷവും ആവശ്യപ്പെടുകയാണെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നതാണ് ഇവിടെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിൽ ചില അതിർത്തികൾ ഉൾപ്പെടെ തന്നെ വെടിവെപ്പ് തുടരുകയാണ്. ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സിവിലിയൻ പ്രദേശങ്ങളിൽ പോലും ഷെല്ലാക്രമണം നടക്കുന്നത് വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ UN നൽകിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ഈ ഒരു നീക്കത്തെ ഭാരതം അതിശക്തമായി തന്നെ അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം നിരന്തരം പാകിസ്ഥാനാകട്ടെ ഇന്ത്യയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണ് എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വിശുദ്ധ മാസമായ റംസാനിൽ പോലും ഇത്തരത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ തന്നെ സിവിലിയർ കൊലപ്പെടുത്തുന്നത് അത് അംഗീകരിക്കാനാകുന്ന ഒന്ന് തന്നെ അല്ല എന്നതാണ് ഇന്ത്യയുടെ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.